പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകളൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കിരാതവൃത്തം എന്ന കവിതയാണ്. കവിതാഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ കവിതയെക്കുറിച്ച് ഒന്നുകൂടി വിലയിരുത്തുകയാണ്. കവിതയുടെ തുടക്കം തന്നെ നീറായ വനം എന്നാണ് കവി പരാമർശിച്ചിരിക്കുന്നത്. നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ജീവനറ്റ പ്രകൃതി, ആ പ്രകൃതിയിലാണ് കാട്ടാളൻ നിൽക്കുന്നത്. കാട്ടാളൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, കാടിനെ ആളുന്നവൻ കാട്ടാളൻ. കാടിനെയും മണ്ണിനെയും താലോലിക്കുന്ന മനുഷ്യൻ. അങ്ങനെയുള്ളവരുടെ നൊമ്പരം, അവരുടെ ജീവിതാവസ്ഥകൾ ചുരുങ്ങിപ്പോകുന്നു. ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതായി മാറുന്നു. അതാണ് കാട്ടാളൻ്റെ ക്രൗര്യത്തിനും ദുഃഖത്തിനും രോദനത്തിനും കാരണം. നീറായ വനത്തിൻ്റെ നടുവിലാണ് കാട്ടാളൻ നിൽക്കുന്നതെന്ന് കവിതയുടെ തുടക്കത്തിൽ കവി പറഞ്ഞു. എരിഞ്ഞുപോയ വനം, ജീവിതാവസ്ഥകൾ നഷ്ടപ്പെട്ട, ജീവിത സാഹചര്യങ്ങൾ ചുരുങ്ങിപ്പോയ, കാടിനെയും മണ്ണിനെയും സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ ദുഃഖം, ആത്മദുഃഖം, അതാണ് കിരാതവൃത്തം എന്ന കവിതയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനെതിരെ പ്രതികരിക്കുന്നു. നെഞ്ചത്ത് പന്തവും കുത്തിയാണ് കാട്ടാളൻ നിൽക്കുന്നത് എന്ന് കവിതയുടെ തുടക്കത്തിൽ പറഞ്ഞു. അതിനെതിരെ രോഷത്തോടെ പ്രതികരിക്കുന്നു. രോഷം ദുഃഖമാകുന്നു. മാന്തോപ്പുകൾ ഉരുകുന്ന മണ്ണിൽ ദയനീയമായി കാട്ടാളൻ അവിടെ ഇരിക്കുന്നു. തൻ്റെ ജീവിതാവസ്ഥകൾ നഷ്ടപ്പെട്ടു പോയതിലുള്ള ദുഃഖവും പ്രകൃതിയുടെ നാശത്തിലുള്ള സഹിക്കാൻ വയ്യാത്ത രോഷവും എല്ലാം നമുക്ക് ഈ കവിതയിലൂടെ കാണുവാൻ സാധിക്കും. കാട്ടാളൻ മാനത്തിലേക്ക് നോക്കുന്നു. എന്താണ്? മാനത്തിന് മൗനമായിരുന്നു. ആകാശത്ത് അച്ഛൻ ചത്തു കിടക്കുന്നത് കണ്ട് നടുങ്ങിപ്പോകുന്നു. മലയോരത്ത് അമ്മ ഇരുന്ന് ദഹിപ്പത് കണ്ട് മനസ്സ് കലങ്ങിപ്പോകുന്നു. മുലപാതി മുറിഞ്ഞവൾ ആറ്റിൻ്റെ കരയിൽ കനലായി ഇരുന്ന് വിളിക്കുകയാണ്. ആ കനലിൻ്റെ വിളി ഒരു ചാട്ടുളിയായി വന്ന് കരളിൽ വന്ന് ആഞ്ഞു തറയ്ക്കുകയാണ്. സ്വന്തം ജീവിതാവസ്ഥകൾ നഷ്ടപ്പെട്ടു പോകുന്നവൻ്റെ ദയനീയമായ അവസ്ഥയാണ്. ചുറ്റുപാടുകൾ നഷ്ടപ്പെടുന്നു, വംശം നഷ്ടപ്പെടുന്നു, വംശനാശം സംഭവിക്കുന്നു. ഇതെല്ലാം ഒരു തേങ്ങലായി, ഒരു വേഴാമ്പൽ പക്ഷി കണക്കെ ആകുന്നു. സ്വന്തം ദുഃഖം കടിച്ചമർത്തുന്നു കാട്ടാളൻ. മാനത്തിലേക്ക് നോക്കുന്നു. മാനത്തിന് മൗനമാണ്. പ്രകൃതിക്ക് പോലും നാശം സംഭവിച്ചിരിക്കുന്നു. പ്രകൃതിക്കുള്ള നാശം, വനമേഖലയ്ക്കുള്ള ഭീഷണി, ഇതെല്ലാം നമുക്ക് ഈ കവിതയിലൂടെ, പരിസ്ഥിതി നാശം, ഇതെല്ലാം ഈ കവിതയിലൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചുറ്റുമുള്ള പ്രകൃതി രമണീയത നഷ്ടപ്പെട്ടു പോയതിലുള്ള ദുഃഖം. എൻ്റെ തുളസിക്കാടുകൾ എവിടെയാണ്? പരിശുദ്ധമായ പ്രകൃതിയെ, പ്രകൃതിയുടെ തനിമയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതെല്ലാം കാട്ടാളനിൽ ഒരു വിങ്ങലായി കാണുവാൻ സാധിക്കുന്നു. അവസാനം കാട്ടാളൻ പ്രതികരിക്കാൻ തയ്യാറാകുന്നു. തൻ്റെ കുലം മുടിച്ചവരുടെയും അതുപോലെ തന്നെ പ്രകൃതിക്ക് നാശം സംഭവിച്ചവർക്കും എതിരെ താൻ വില്ലുകുലയ്ക്കുമെന്ന് പ്രതികരിക്കുന്നു.
ചുറ്റുപാടുകളെല്ലാം നഷ്ടപ്പെട്ടു പോയവൻ്റെ വേദന. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഈ കവിതയിൽ കാണുവാൻ കഴിയുന്നത് നഗരവൽക്കരണത്തിൻ്റെ കടന്നുവരവ് പ്രകൃതിക്ക് വിനയാകുന്നു. വനമേഖല നഷ്ടപ്പെട്ടു പോകുന്നു. വനമേഖലയ്ക്ക് ഭീഷണി ഉയർത്തുന്നു. യന്ത്രവൽകൃത ലോകത്ത് പരിസ്ഥിതി നാശമാണ് പ്രകടമാകുന്നത്. ഇങ്ങനെയുള്ള പല പല ചിന്തകൾ കിരാതവൃത്തം എന്ന കവിതയിലൂടെ കവി ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ കവിതയുടെ അവസാനം വരുമ്പോൾ പ്രതികരിച്ച കാട്ടാളനിൽ നിന്ന് പ്രതീക്ഷയുടെ മുളനാമ്പുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പേമഴ പൊഴിയുമെന്നും പൊടിവേരുകൾ പടരുമെന്നും മുള പൊട്ടി വിളിക്കുമെന്നും എല്ലായിടവും ഒരു സൂര്യൻ്റെ കിരണം കാണപ്പെടുമെന്നും വനമോടികൾ തിരിച്ചു വരുമെന്നും അന്ന് ഞാൻ ചിരിക്കുമെന്നും കാട്ടാളൻ പ്രതീക്ഷയോടെ പറയുമ്പോൾ നഗരവൽക്കരണമല്ല, കാടിനെയും മണ്ണിനെയും സ്നേഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നത് യന്ത്രവൽകൃത ലോകത്തു നിന്നും ഗ്രാമീണതയുടെ ഒരു പച്ചപ്പിലേക്കുള്ള പോക്കാണ് മണ്ണിനെ സ്നേഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നതെന്നും നമുക്ക് ഒരു ഉൾക്കാഴ്ചയും കൂടി തരികയാണ്. അപ്പോൾ കിരാതവൃത്തം എന്ന കവിത പ്രകൃതിയുടെ പച്ചപ്പിൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുകയും ആ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന മണ്ണിനെ താലോലിക്കുന്ന മനുഷ്യൻ്റെ ചരിത്രം കൂടിയാണ് ഈ കവിതയെന്ന് നമുക്ക് പറയാം. നേരത്തെ ഞാൻ നിങ്ങൾക്ക് കവിത തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തന്നിരുന്നു. അതായത് കടമ്മനിട്ട-കാവുകളിലെ അനുഷ്ഠാന കലാരൂപമായ പടയണിയുടെ താളവും സ്വരങ്ങളും എല്ലാം കിരാതവൃത്തം എന്ന കവിതയിൽ കവി സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. പടയണിയുടെ ദൈവീകമായ ഒരു അംശം കവി സ്വീകരിച്ചെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പടയണി എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് മധ്യ തിരുവിതാംകൂറിൽ ഭഗവതി കാവുകളിൽ അനുഷ്ഠിക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി എന്ന് ഞാൻ പറഞ്ഞു തന്നു. പടയണിയുടെ പാട്ടും ദീപാലങ്കാരങ്ങളും ഉറഞ്ഞുതുള്ളലും എല്ലാം കൂടെയുള്ള ഒരു സുപ്രധാന ഇനമാണ് കോലംതുള്ളൽ എന്നും പറഞ്ഞു തന്നു. ഈ കോലംതുള്ളൽ പല ഇനങ്ങളിലുണ്ട് എന്നും പറഞ്ഞു. അതിൽ വലിപ്പമുള്ള കോലമാണ് ഭൈരവീ കോലം എന്നും പറഞ്ഞു തന്നു. ഭൈരവീ കോലത്തിൽ കവുങ്ങുകൊണ്ട് ചട്ടമുണ്ടാക്കിയിട്ട് അലകിൻ്റെ ഇരുവശങ്ങളിലും കൈകൊണ്ട് താങ്ങി ഒരു കൈയിൽ വാളുമേന്തിക്കൊണ്ടാണ് അരങ്ങത്തേക്ക് കോലം ഉറഞ്ഞുതുള്ളി വരുന്നതെന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നമുക്ക് സുപരിചിതമായ കാഞ്ഞൂർ കോലം നിങ്ങളുടെ കൺമുന്നിലുണ്ട്, മനസ്സിലുണ്ട്. അതും നമുക്ക് ഈ പടയണി കോലവുമായി ഒത്തുചേർന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ എളുപ്പമാണെന്നും പറഞ്ഞു തന്നു.
നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാം, അന്വേഷിച്ചിരിക്കാം. എന്തായാലും പടയണി കോലത്തിലെ ഭൈരവി കോലത്തിൽ നിന്നുള്ള അംശമാണ് കാട്ടാളനിൽ കവി ചേർത്തിരിക്കുന്നത്. ഭൈരവി കോലത്തിൽ രൗദ്രരൂപിണിയായ ചടുല താളത്തോടുകൂടി വരുന്ന ഭദ്രകാളിയെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രകൃതിദത്തമായ നിറങ്ങളാണ് കോലത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞു തന്നു. ഇതൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായ കാര്യങ്ങളാണ്. നമ്മൾ ചിരപരിചിതമായി കണ്ടുകൊണ്ടിരിക്കുന്നു, വർഷാവർഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ മറ്റൊരു ചെറിയ കഥ കൂടിയുണ്ട്. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതായത് പടയണിയുടെ കഥയെന്ന് പറയുന്നത് ഒരു പുരാതനമാണ്. അതായത് ഭദ്രകാളി ദാരുകനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട കഥയാണ് പടയണിയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഉറഞ്ഞു തുള്ളുന്ന രൗദ്രരൂപിണിയായ ചടുല താളത്തോടുകൂടി വരുന്ന ഭദ്രകാളിയെയാണ് നമുക്ക് ഭൈരവി കോലത്തിൽ കാണുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. ആ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, അതുകൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഇത് ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് നിങ്ങൾ പറയും. അതായത് അസുര ചക്രവർത്തിയായ ദാരുകൻ, നിങ്ങൾ കേട്ടിരിക്കും, ദാരുകൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതാകുന്നു. ദേവന്മാർക്ക് മൊത്തം ശല്യമായി ദാരുകൻ വിഹരിക്കുകയാണ്. ഒരു തരത്തിലും ദാരുകനെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നായപ്പോൾ ദേവന്മാർ എന്താ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും അവരാരുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുന്നത്? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അപ്പോൾ തൻ്റെ അടുത്തേക്ക് വരുന്ന ദേവന്മാരെ മഹാവിഷ്ണു ഒരിക്കൽ പോലും നിരാശപ്പെടുത്തത്തില്ല. നമ്മൾ കഥകളിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. ഭക്തന്മാർ എത്തുമ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായമാണ് മഹാവിഷ്ണു എല്ലായ്പ്പോഴും ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എല്ലാ ആവശ്യങ്ങളും ഉണ്ടാകുമ്പോൾ ഓടി ഓടി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. സ്വാഭാവികമായും അങ്ങനെയാണല്ലോ. നമുക്കൊരു ഉപകാരം കിട്ടുമ്പോൾ നമ്മൾ കൂടുതലും ആ ഭാഗത്തേക്കായിരിക്കും ചെല്ലുന്നത്. അതുപോലെ തന്നെ ദേവന്മാർ തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട്, ദാരുകനെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ അതുപോലെ മഹാവിഷ്ണുവിനെ ആശ്രയിച്ചു. മഹാവിഷ്ണു ദേവന്മാരെ ആശ്വസിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന ഉപായം പറഞ്ഞു കൊടുത്തു. എന്താണ് മഹാവിഷ്ണു പറഞ്ഞു കൊടുത്ത ഉപായം? പറയാമോ? അതായത് ഭഗവാൻ ശിവൻ്റെ അടുത്തേക്ക് ചെല്ലുക. നിങ്ങളുടെ പ്രശ്നത്തിന് ഭഗവാൻ ശിവന് സഹായം ചെയ്യാൻ കഴിയും. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം ദേവന്മാർ ഒന്നടങ്കം ദാരുകൻ്റെ ഉപദ്രവത്തിന് പരിഹാരത്തിനായി ഭഗവാൻ ശിവൻ്റെ സമീപത്ത് ചെല്ലുന്നു. ദേവന്മാരുടെ സങ്കടം കേട്ടുകഴിഞ്ഞപ്പോൾ ദാരുകൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി ഭഗവാൻ ശിവൻ എന്താണ് ചെയ്തത് അറിയാമോ? അതായത് അദ്ദേഹം തൻ്റെ മകളായ ഭദ്രകാളിയോട് ദേവന്മാരെ സഹായിക്കണമെന്ന് അറിയിക്കുന്നു. അതനുസരിച്ച് ഭദ്രകാളി
ദേവന്മാരെ സഹായിക്കുന്നതിനായി ദാരുകനുമായി യുദ്ധം ചെയ്ത് അവനെ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടിയുണ്ട്. ദാരുകൻ ഇത്രമാത്രം ബലവാനും അഹങ്കാരിയുമാകാൻ ഒരു കാരണം കൂടിയുണ്ട്. ദേവന്മാരെ പോലും ഭീതിയിലാഴ്ത്താൻ തക്ക ബലം നേടാൻ ഒരു കാരണമുണ്ട്. അതായത് അസുര രാജാവായ ദാരുകൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു, വർഷങ്ങളോളം തപസ് ചെയ്തു. അങ്ങനെയും ഒരു കഥയുണ്ട്. അതായത് ആര് ബ്രഹ്മാവിനെ തപസ് ചെയ്താലും ബ്രഹ്മദേവൻ എന്താണ് ചെയ്യുന്നത്? ഉടനെ അവർക്ക് വേണ്ടുന്ന വരം അങ്ങ് അതുപോലെ തന്നെ കൊടുക്കും. ഇവിടെയും ദാരുകൻ്റെ കാര്യത്തിൽ ദാരുകൻ ആവശ്യപ്പെട്ടതുപോലെ ബ്രഹ്മാവ് ദാരുകന് എന്ത് വരമാണ് കൊടുത്തത് അറിയാമോ നിങ്ങൾക്ക്? അതായത് മൃത്യുഞ്ജയ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ മൃത്യുഞ്ജയ മന്ത്രം? അങ്ങേയറ്റം ശക്തിമത്തായ ഒരു മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. മൃത്യുഞ്ജയനെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള മന്ത്രം. ഈ മൃത്യുഞ്ജയ മന്ത്രം ബ്രഹ്മദേവൻ ദാരുകന് ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാൽ ദാരുകനെ ആർക്കും വധിക്കുവാൻ കഴിയില്ല. അപ്പം ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഓരോ തവണയും ഈ മന്ത്രം ദാരുകൻ ജപിക്കുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ ദാരുകൻ തൻ്റെ പത്നിക്ക് ഈ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് പത്നിയെ കൊണ്ട് ആ മന്ത്രം ചൊല്ലിക്കുന്നു. ദാരുകൻ യുദ്ധത്തിലായിരിക്കുമ്പോൾ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ആരാണ്? ദാരുക പത്നിയാണ്. അപ്പം ദാരുക പത്നി ദാരുകൻ എപ്പോഴൊക്കെ യുദ്ധത്തിന് പോകുന്നോ അപ്പോഴെല്ലാം എന്തു ചെയ്യും? മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? അതായത് ദാരുക പത്നി ഈ മന്ത്രം മറ്റാർക്കെങ്കിലും ഉപദേശിച്ചു കൊടുത്താൽ ഈ മന്ത്രത്തിന് ഫലമില്ലാതാകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാര്യം അറിയാമെന്ന ശിവഭഗവാൻ എന്തു ചെയ്തു? ഇപ്പം ദേവന്മാർ ശിവഭഗവാന്റെ അടുത്ത് രക്ഷയ്ക്കായി ചെന്നതിനാൽ അദ്ദേഹം പാർവതീദേവിയോട് പറഞ്ഞു, ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിൽ ദാരുക പത്നിയുടെ ഭവനത്തിൽ ചെന്ന് പരിചാരികയുടെ വേഷം ചമഞ്ഞ് സൂത്രത്തിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം അവരിൽ നിന്ന് കേൾക്കണം. ഇപ്പം ദാരുക പത്നി ആർക്കെങ്കിലും അത് ഉപദേശിച്ചു കൊടുത്താൽ അവർ ചൊല്ലുന്ന മന്ത്രത്തിന് ഫലമില്ലാതാക്കുകയാണ്. അപ്പം പാർവതി ദേവിയോട് ശിവഭഗവാൻ പറഞ്ഞു, പരിചാരികയായി
ദാരിക പത്നിയുടെ ഭവനത്തിൽ കയറിപ്പറ്റണം. അങ്ങനെ ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം പാർവതീദേവി ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ രൂപത്തിൽ ദാരിക ഭവനത്തിൽ ചെന്ന് പരിചാരികയായി അവിടെ പറ്റിക്കൂടി പതുക്കെ ദാരിക പത്നിയുടെ അടുപ്പം നേടിയെടുക്കുകയും അങ്ങനെ ദാരിക പത്നിയിൽ നിന്ന് മഹാമൃത്യുഞ്ജയ മന്ത്രം പഠിക്കാൻ പാർവതീദേവിക്ക് അറിയാവുന്നതാണ്, എങ്കിലും പഠിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നു. അങ്ങനെ ദാരിക പത്നിയിൽ നിന്ന് ശ്രവിക്കാനിടയായ സാഹചര്യത്തിലാണ് ദാരികനും ഭദ്രകാളിയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നതും ദാരികനെ പരാജയപ്പെടുത്തുകയും ഭയചകിതനായ ദാരികൻ പാതാളത്തിലേക്ക് ഒളിക്കുകയും ചെയ്യുന്നു. പാതാളത്തിൽ ഒളിച്ച ദാരികനെ ഭദ്രകാളി വെറുതെ വിടുന്നില്ല. പിറകെ ചെന്ന് ദാരികനെ വധിക്കുന്നു. ദാരികവധത്തിന് ശേഷം കലിയടങ്ങാതെ ഉറഞ്ഞു തുള്ളിയ ഭദ്രകാളി ഉഗ്രസ്വരൂപിണിയായി രൗദ്രഭാവത്തോടുകൂടി ഉറഞ്ഞു തുള്ളി വരുന്നത് കണ്ടപ്പോൾ ഇത് ലോകവിനാശത്തിന് കാരണമാകും എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഭഗവാൻ ശിവനെ ഭദ്രകാളിയുടെ കോപം തണുപ്പിക്കാനായി പറഞ്ഞുവിടുന്നു. ഭദ്രകാളിയുടെ കോപം തണുപ്പിക്കാൻ ശിവഭഗവാൻ ശ്രമിച്ചു എങ്കിലും, മാർഗതടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ശ്രമിച്ചു എങ്കിലും നടന്നില്ല. പിന്നീട് ശ്രീമുരുകൻ ഭദ്രകാളിയുടെ കോപം തണുപ്പിക്കാനായി ശ്രമിച്ചു, അതും നടന്നില്ല. അവസാനം എല്ലാവരും കൂടി അപ്പോൾ തോന്നിയ ഒരു ഉപായം, അതായത് സമീപത്തുള്ള പ്രകൃതിദത്തമായ ഇലകളുടെ ചാറും ചെഞ്ചാറ്, മഞ്ഞൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പ്രകൃതിദത്തമായ കൂട്ടുണ്ടാക്കി കവുങ്ങും പാളയെടുത്ത് അതിൽ കോലം വരച്ച് ദേഹത്ത് കെട്ടി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഭദ്രകാളിയുടെ മുന്നിൽ ആടിയപ്പോൾ ദേവി ഭദ്രകാളിക്ക് ആ ഒരു രൂപം കണ്ടപ്പോൾ കൗതുകം തോന്നി. അതിൽ ശ്രദ്ധിച്ചു നിൽക്കുകയും അങ്ങനെ ഉഗ്രരൂപിണിയും രക്തദാഹിയുമായി കലികൊണ്ട് നിന്ന ഭദ്രകാളിക്ക് കോപം തണുത്തു എന്നുമാണ് എൻ്റെ കുട്ടികളെ നമ്മുടെ ഒരു പുരാണ കഥ. ഈ പുരാണ കഥയാണ് പടയണിയുടെ പിന്നിലുള്ള ഒരു ഐതിഹ്യ കഥ. നിങ്ങൾക്ക് അറിവിലേക്കും വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. പരീക്ഷാ ചോദ്യോത്തരവുമായി നമുക്കിത് ബന്ധമില്ല കേട്ടോ. കഥയുടെ പുറകുവശമാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. പിന്നെ ചരിത്രപരമായ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്, അതുകൂടി ഞാനൊന്ന് പറഞ്ഞു തന്നേക്കാം. അതായത് ചരിത്രത്തിൽ പറയുന്ന ഒരു ഐതിഹ്യം, ചേര രാജാക്കന്മാർ പെരുമാൾ ചക്രവർത്തിമാരുടെ കീർത്തിയെയും യശസ്സിനെയും പ്രകീർത്തിക്കാൻ വേണ്ടിയാണ്
പടയണി തുടങ്ങിയത് എന്ന് ഒരു ചരിത്രപരമായ ഐതിഹ്യം കൂടി ഉണ്ട്. ഏതായാലും പുരാണ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതായാലും ചരിത്രപരമായ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതായാലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഇതുകൂടി പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നാം ആ കവിത കൂടി ഒന്ന് കേൾക്കാം. ഈറ്റപ്പൊലി നോറ്റ് കിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ ആകാശത്തച്ഛൻ ചത്തു കിടപ്പതു കണ്ടു നടുങ്ങി മലയോരത്തമ്മയിരുന്നു ദഹിപ്പതു കണ്ടു കലങ്ങി മുലപാതി മുറിഞ്ഞവൾ ആറ്റിൻകരയിൽ കനലായി വിളിച്ചു കനലിൻ വിളിച്ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞു തറച്ചു കനലിൻ വിളിച്ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞു തറച്ചു കണയേറ്റ കരിമ്പുലി പോലെ ഉരുൾ പൊട്ടിയ മാമല പോലെ ഉലകാകെ ഉലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ അലകടലിൻ വേരു പറിക്കാൻ കുതറി കാട്ടാളൻ ഒരു നിമിഷം തേങ്ങിക്കരയും വേഴാമ്പൽ പക്ഷി കണക്കെ മഴനീരിനു മാനം നോക്കിയിരുന്നു കാട്ടാളൻ മാനത്തിനു മൗനം പ്രാന്ത സ്നേഹത്തിനു ദാഹം പെരുകി മാന്തോപ്പുകൾ ഉരുകും മണ്ണിലിരുന്നു കാട്ടാളൻ കരിമേഘം ചത്തുകിടക്കും കാകോളക്കടലോ മാനം കരിമരണം കാവലിരിക്കും കടുനോവിൻ കോട്ടയിലോ ഞാൻ എവിടെൻ്റെ കിനാക്കൾ വിതച്ചോ ഇടിമിന്നല് പൂക്കും മാനം എവിടെൻ്റെ തുളസിക്കാടുകൾ ഈറൻ മുടി കോതിയ സന്ധ്യകൾ പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകളെവിടെ കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ കാറ്റിൻ്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിൻ തരിവള മുട്ടി കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്ത് കളിക്കേ കരിവീട്ടി കാതൽ പിണഞ്ഞും കൺപീലി കാടുവിടർന്നും കവിളത്തഴ കേഴുവളഞ്ഞും പൂഞ്ചായൽ കെട്ടുകളൂർന്നും ഉടലിളകി അരക്കെട്ടിളകി മുലയിളകി കാർമുടി ചിതറി കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്ത് കളിക്കേ മുളനാഴി നിറച്ച പഴഞ്ചാർ ഒരു മൂന്തിന് ലഹരി പിടിച്ച മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാനിന്നെവിടെ എവിടെ പോയി എൻ്റെ ദിനങ്ങൾ എവിടെ പോയി എൻ്റെ കിടാങ്ങൾ തേൻകൂടുകൾ തേടിപ്പോയോരാൺകുട്ടികൾ എൻ്റെ കിടാങ്ങൾ പൂക്കൂട നിറയ്ക്കാൻ പോയോരെൻകുട്ടികൾ പെൺപൈതങ്ങൾ അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടിയോരാമ്പൽ പൂമുട്ടുകൾ എവിടെ
തളിരെല്ലുകൾ കരിയും മണമോ തറയുന്നു നാടികളിൽ. മലരുരുകി ഒലിക്കും നിറമോ നിറയുന്നു ദിക്കുകളിൽ. ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി. കാട്ടാളൻ നട്ടല് നിവർന്നെഴുന്നേറ്റു. ചുരമാന്തി എഴുന്ന കരുത്തിൻ തിരമാലകൾ ചീറിയലച്ചു. വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴുവോങ്ങി. മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണമാറ്റിൽ. മരമൊക്കെ അരിഞ്ഞവരെന്നുടെ കുലമൊക്കെ മുടിച്ചവരവരുടെ കുടൽമാലകൾ കൊണ്ട് ജഗത്തിൻ നിറമാലകൾ തൂക്കും ഞാൻ. കുരലൂരി എടുക്കും ഞാൻ കുഴലൂതി വിളിക്കും വീണ്ടും. മത്താടി മയങ്ങിയ ശക്തികൾ എത്തും ഞാൻ വില്ലുകുലയ്ക്കും. കുലവില്ലിന് പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ. ഇടിമിന്നലൊടിച്ചമ്പഗ്നി തിരയായ കരിമുകിലിൽ ചെന്നുരയും. പൊരിപേമഴയായി പൊഴിയും പൊടിവേരുകളായി പടരും. മുള പൊട്ടി വിളിക്കും കിരണം. ഒരു സൂര്യൻ ഉദിക്കും നിഴലായിട്ടമ്പിളി വളരും. വളരും വനമൂടികൾ ആടിത്തെളിയും. വനമൂർച്ചയിൽ ദുഃഖം തകരും. ഞാൻ അന്നു ചിരിക്കും. നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. കവിത ഇഷ്ടമായോ? ഇതാണ് കിരാതവൃത്തം കവിത. എല്ലാവരും നന്നായി വായിച്ചു നോക്കുക. ഈ കവിതാഭാഗം അങ്ങനെ കഴിയുകയാണ്. നിങ്ങൾക്കുള്ള ചോദ്യോത്തരങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരും. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്ത പാഠഭാഗത്തിലേക്ക് നാം കടക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ സൂചന തരുന്നു. എന്താണത്? ആരുടേതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്? നമ്മളുടെ നാട്ടുകാരൻ, പ്രിയപ്പെട്ട നാട്ടുകാരൻ. ആരാണ്? ഒരു സൂചന കൂടി തരാം. മലയാളികളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച എഴുത്തുകാരൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, സർവോപരി നമ്മുടെ നാട്ടുകാരൻ, മുതുകുളത്തിൻ്റെ സ്വന്തം എഴുത്തുകാരൻ. ആരാണ്? ഞാൻ പറയുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. എല്ലാവർക്കും നന്ദി.